ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Mi 9 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്നലെയാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ അടുത്ത മാസമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും പ്രൈസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ അപ്പോൾ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.39 ഇഞ്ചാണ്. അതുപോലെ തന്നെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 85% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗോറില്ല ഗ്ലാസ് 6 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡും ഫ്രണ്ടും നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ലഭിക്കുന്നത്. പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന ചിപ്സെറ്റ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 855+ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 10 ആണ്. ആൻഡ് കസ്റ്റമൈസ്ഡ് UI എന്ന് പറയുന്നത് MIUI 11 ആണ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4 വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 8GB RAM, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, പിന്നെ 12GB RAM, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആൻഡ് 12GB RAM, 512GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നിങ്ങനെ 4 വേരിയൻറ്റുകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 5G സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറയാണ് ലഭിക്കുന്നത്. ഒരു 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേർച്ചറോട് കൂടി വരുന്ന ഒരു പ്രൈമറി ലെൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 12 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, പിന്നെ ഒരു 16 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് ലഭിക്കുന്നത്. പിന്നെ ഒരു ഡുവൽ LED ഫ്ലാഷും റിയർ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേർച്ചറോട് കൂടി വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ് ലഭിക്കുന്നത്. ബാറ്ററിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന ബാറ്ററി 4000 mAh ആണ്. അതുപോലെ തന്നെ 40 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 30 വോൾട്ടിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ ഒരു 10 വോൾട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററിയുടെ കാര്യത്തിൽ അത്യാവശ്യം വളരെ മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Mi 9 Pro. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഡ്രീം വൈറ്റ്, ടൈറ്റാനിയം ബ്ലാക്ക് എന്നീ 2 കളേഴ്സിൽ അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Mi 9 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ചിങ് ഡേറ്റും അതുപോലെ തന്നെ പ്രൈസുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യയിലെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 38,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം, അതായത് October 24 ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Mi 9 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. സോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടൊന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.